ഹലാല് വളരെ നിർദോഷമാണ്, ഇസ്ലാമാണെന്നല്ലേ എന്ന് നമ്മുടെ ചോദ്യം. ജനം ടി വിയിൽ നമ്മൾ ഹലാൽ ചർച്ചയിൽ ഭക്ഷണത്തിൽ തുപ്പുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോഴും ഇത് നിർബാധം തുടരുന്നു. ഭക്ഷണം ഹലാലാക്കുന്നത് തുപ്പിയിട്ടാണ്. എന്തിനു മനുഷ്യ വിസർജ്യം നമ്മൾ കഴിക്കണം? അപ്പൊ ഈ ഹലാൽ എന്ന് പറയുമ്പോൾ ഹലാൽ ബോർഡ്, അൽ ഹിന്ദ് ഉലമ എന്ന് പറയുന്ന ഹലാൽ ബോർഡിന്റെ സൈറ്റിൽ പോയി നോക്കിയാൽ ഹലാല് ധനസഹായം ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലാ സ്ഫോടന കേസുകളിലെയും പ്രതികൾക്കാണ്. വരുമാനത്തിന്റെ ഹലാൽ ഇതിൽ ഉള്ള ഓരോ വ്യാപാര സ്ഥാപനത്തിൻ്റെയും വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം ഹലാൽ ബോർഡിന് കൊടുക്കണം. അവിടെ ഹലാൽ ബോർഡ് വെക്കുന്ന ആ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ 1/3 മുസ്ലിം ആയിരിക്കണം. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന ഒരു സാമ്പത്തിക പരിവർത്തനം, അപ്പോൾ ഇത് ഇംഗ്ലണ്ടിലെ കൊണ്ടുവന്ന മാറ്റം 1960-കളിൽ ഇംഗ്ലണ്ടിലെ ഹലാൽ ഇത് തുടങ്ങിയ സമയത്ത് ഇത് അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞതാണ്. അമേരിക്കയിൽ ഇതുണ്ടായി, ഇന്ന് ഭാരതത്തിൽ ഇത് നടക്കുന്നു. അപ്പോൾ ഈ ഹലാൽ വ്യാപാര സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ടും ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമൂഹവും കൈയൊഴുകുകയും നിരാകരിക്കുകയും ചെയ്യണം. ഇതിന്റെ എന്ത് പരിഹാരം വേണം എന്നുള്ള കാര്യം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആലോചിക്കണം.